ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള ഷാർജ ഷേക്കാണ്. ഈ ഒരു ചൂട് സമയത്ത് ദാഹമൊക്കെ മാറാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 2-3 ബിസ്ക്കറ്റ്, കുറച്ച് കപ്പലണ്ടി, ഒരു കവർ പാല്, 2-3 പഴം കുഞ്ഞതായിട്ട് അരിഞ്ഞത്, കുറച്ച് ബൂസ്റ്റ്, കുറച്ച് ചോക്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയും ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ടയാക്കിയ പാല് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കട്ടയാക്കി എടുത്തിരിക്കുകയാണ്. ഇനിയും തിളപ്പിച്ച പാല് വേണമെന്നുണ്ടെങ്കിൽ പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്താൽ മതി. പിന്നെ വേണ്ടത് പഴം. ഇഷ്ടമുള്ള ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഒരുപാട് പുളിയില്ലാത്ത പഴം വേണം എടുക്കാനായിട്ട്. പിന്നെ കാഷ്യൂനട്ട് അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്താൽ മതി കേട്ടോ. ഞാൻ കപ്പലണ്ടിയാണ് എടുത്തത്. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ. 3-4 ഏലക്കയും കൂടി ഇടാം. പിന്നെ വേണ്ടത് ബൂസ്റ്റാണ്. ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റിന് പകരം ഹോർലിക്സ് ഇട്ടാലും മതി. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഇടാം. ബാക്കി കുറച്ചെടുത്ത് മാറ്റി വെക്കാം. 2-3 ബിസ്ക്കറ്റ് കൂടി ഇടാം. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഒഴിക്കാം. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുത്ത് ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് മാറ്റി വെച്ച ചോക്ലേറ്റും കപ്പലണ്ടിയും കുറച്ച് ബൂസ്റ്റും ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ദേവുവിനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. സൂപ്പർ. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.